നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം വയനാട്ടിലെ ദുരന്ത പ്രദേശങ്ങൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ സഹോദരിയും കൂടെ വന്ന് സന്ദർശിക്കുകയുണ്ടായി. കയ്യിലോ കാലിലോ ഒരു അല്പം പോലും ചെളി പറ്റാതെ നൂറുകണക്കിന് ഫോട്ടോഗ്രാഫർമാരുടെ സാന്നിധ്യത്തിൽ അവിടെ എല്ലാം ചുറ്റി നടക്കുകയുണ്ടായി. അതിനുശേഷം ഒരു വമ്പൻ പ്രഖ്യാപനവും നടത്തിയിട്ട് അദ്ദേഹം പോയി. വീട് നഷ്ടപ്പെട്ടവർക്ക് 100ഓളം വീടുകൾ നിർമ്മിച്ചു നൽകും എന്നായിരുന്നു ആ വമ്പൻ പ്രഖ്യാപനം. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹം ആ കാഴ്ചയൊക്കെ കണ്ടിട്ട് തിരിച്ചുപോയി. പക്ഷേ വന്നത് നരേന്ദ്രമോദിയോ മറ്റോ ആയിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ക്യാമറകളുടെ എണ്ണം വെച്ച് പോലും ഇവിടെ ചിലർ ട്രോളുകൾ എഴുതി വിട്ടേനെ. പക്ഷേ വന്നത് രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ സഹോദരിയുമായതിനാൽ അത്തരം ട്രോളുകളൊന്നും ഉണ്ടായില്ല. എന്നാൽ നമുക്ക് ടി വിയിലൂടെ മറ്റുമൊക്കെ കാണാൻ സാധിക്കുക ഏതാണ്ട് സമാനമായ സാഹചര്യം തന്നെയായിരുന്നു അവിടെ. നരേന്ദ്രമോദി വന്നാൽ, പ്രധാനമന്ത്രി എന്ന നിലയിൽ വന്നാൽ തീർച്ചയായിട്ടും നൂറുകണക്കിന് അവിടെ ചാനലുകളും മറ്റ് ക്യാമറ കണ്ണുകളും മൊബൈലിൻ്റെ ക്യാമറ കണ്ണുകളും ഒക്കെ കാണും. അത് സ്വാഭാവികമായിട്ടും അദ്ദേഹം എവിടെ പോയാലും കാണും. പക്ഷേ അതിനെപ്പോലും ട്രോളുന്ന ആളുകൾ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി വന്നിട്ട് പോയപ്പോൾ കാണിച്ച ഷോയെപ്പറ്റി ഒന്നും പറയുകയുണ്ടായില്ല. എനിക്കും അതിനെപ്പറ്റി ഒന്നും പറയാൻ താല്പര്യമില്ല. അതതിൻ്റെ വഴിക്ക് പൊക്കോട്ടെ. ഞാൻ പറയാൻ പോകുന്നത് അദ്ദേഹം ഒരു വമ്പൻ പ്രഖ്യാപനം നടത്തിയിരുന്നു. 100ഓളം വീടുകൾ നിർമ്മിച്ചു നൽകും എന്ന് പറഞ്ഞപ്പോഴാണ്. അപ്പോഴാണ് 2018 വെള്ളപ്പൊക്കത്തെപ്പറ്റി വീണ്ടും ഓർത്തത്. 2018 ആ മഹാപ്രളയത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് വീടും കൂടിയും നഷ്ടപ്പെട്ടിരുന്നു. സത്യത്തിൽ ആ 2018 വെള്ളപ്പൊക്കത്തിലെ ഒരു ഇര കൂടിയാണ് ഞാൻ ഒരു കുട്ടനാട്ടുകാരനാണ്. അന്ന് 21 ദിവസത്തോളം ക്യാമ്പിൽ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ വീടൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷേ വീട് നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾ അവിടെയുണ്ട്. അപ്പോൾ അവർക്കൊക്കെ KPCC 1001 വീട് വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നു. അതൊരു പ്രഖ്യാപനമായിട്ട് നടത്തിയിരുന്നു, വാഗ്ദാനമായിട്ട് നടത്തിയിരുന്നു. അതിൻ്റെ പേരിൽ അവർ കേരളത്തിൽ പിരിവ് നടത്തിയായിട്ട് അറിയാം. പിന്നീട് ഇവർ ഒരൊറ്റ വീടെങ്കിലും വെച്ചു കൊടുത്തായിട്ട് നമ്മുടെ അറിവിലില്ല. അവർ പിരിവ് നടത്തി. ഒരുപക്ഷെ അവർ ഉദ്ദേശിച്ച പണം അവർക്ക് പിരിക്കാൻ പറ്റിയില്ല എങ്കിൽ അത് അവരുടെ വലിയ പരാജയമാണ്. കാരണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ ജനങ്ങൾ അവരെ വിശ്വസിക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണത്. കാരണം അവരുടെ അത്രയും വലിപ്പമില്ലെങ്കിലും മുസ്ലിം ലീഗൊക്കെ ഇവിടെ പലതവണ പിരിവ് നടത്തിയിട്ടുണ്ട്. അവർ കത്തുവയുടെ പേരിലും അതേപോലെ ഗുജറാത്തിലെ ലാത്തൂർ അതുപോലുള്ള സ്ഥലങ്ങളിൽ വലിയ ഭൂകമ്പം നടന്ന സമയത്തും അവർ പിരിവ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ആ പിരിവ് എത്തേണ്ടടുത്ത് എത്തിയോ എന്ന കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. ഈ സംശയം എൻ്റെ അല്ല. മുസ്ലിം ലീഗിൽ തന്നെയുള്ള അകത്തുള്ള ആഭ്യന്തര പ്രശ്നമായിട്ട് ഉയർന്നു വന്നപ്പോൾ ഇതുപോലെ ചില വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇവിടെ നിന്ന് അവർ പിരിക്കുന്നുണ്ടോ, സമയാസമയത്ത് പിരിക്കുന്നുണ്ട്, പക്ഷേ ആ പണമൊക്കെ അവിടെ എത്തുന്നുണ്ടോ എന്ന കാര്യം അറിയില്ല. ഇനി ഗുജറാത്തിൽ മുസ്ലിം ലീഗ് ആർക്കെങ്കിലുമൊക്കെ വീട് വെച്ച് കൊടുത്തിരുന്നുവെങ്കിൽ അതിൻ്റെ 100 കണക്കിന് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടേനെ. നമ്മളാരും ആ ചിത്രം കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഓർത്തു നോക്കുക. ശരി, അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ KPCC ഒരു വീട് പോലും വെച്ച് കൊടുത്തിട്ടില്ല എന്ന കാര്യം യാഥാർത്ഥ്യമാണ്, നമുക്കറിയാം. പക്ഷേ തള്ളു ചില്ലറയൊന്നും ആയിരുന്നില്ല. ഒന്ന് നോക്കൂ, ഇന്ത്യ ടുഡേ വന്ന ഒരു വാർത്തയുടെ കുറച്ച് ഭാഗമാണ് ഞാൻ കാണിക്കുന്നത്. ഈ KPCC കൊടുക്കുന്നതിനെ പറ്റി ചുരുക്കത്തിൽ, കേരളത്തിലെ പ്രളയബാധിതർക്ക് 1001 വീടുകൾ നിർമ്മിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു. 50.05 കോടി രൂപയാണ് ഈ പദ്ധതിയുടെ ആകെ ചിലവ്. പാർട്ടി പ്രവർത്തകരും അഭ്യുദയകാംക്ഷികളും പദ്ധതിക്കായി പണം സ്വരൂപിക്കും എന്നൊക്കെ തള്ളിയിട്ടാണ് വന്നത്. അടുത്ത വാർത്ത കൂടെ നോക്കുക, അതാണ് കാണേണ്ടത്. അതിൽ KPCC 1000 ഹോംസ് എന്നൊരു പേജ് തന്നെ അവർ ക്രിയേറ്റ് ചെയ്തിരുന്നു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും പോഷക സംഘടനകളും ജനപ്രതിനിധികളും കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ നിർമ്മിച്ച് നൽകിയതും നിർമ്മാണം പുരോഗമിക്കുന്നതുമായ 700 പരം വീടുകളുടെ ഫോട്ടോയും മറ്റ് വിവരങ്ങളും അടങ്ങിയ തെളിവുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതെല്ലാം വെറുതെയാണ്, ഫേക്കാണ്. അവർ ഒരു വീട് പോലും നിർമ്മിച്ചു കൊടുത്തിട്ടില്ല എന്ന് അന്നത്തെ KPCC പ്രസിഡന്റ് തന്നെ പറഞ്ഞാണ്. അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് മതിയായ പണം കിട്ടിയില്ല, അതിനാൽ സ്വരൂപിച്ച പണം ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു എന്ന് പറഞ്ഞ് കൈ കഴുകുകയാണ് ഉണ്ടായത്. ഒരൊറ്റ വീട് പോലും KPCC നിർമ്മിച്ച് നൽകിയതായിട്ട് നമുക്കറിയില്ല. അങ്ങനെ അവർ നിർമ്മിച്ച് നൽകിയിരുന്നു എങ്കിൽ അവർ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെല്ലാം അവരത് വലിയ പ്രചരണ ആയുധമായി ഉപയോഗിച്ചേനെ. അങ്ങനെ ഉണ്ടാവാത്ത കാലത്തോളം നമുക്കറിയാം അവർ ഒരെണ്ണം പോലും കൊടുത്തിട്ടില്ല. പക്ഷേ അത് നിർമ്മിക്കുന്നു എന്ന തരത്തിൽ 700 പരം വീടുകളുടെ ഫോട്ടോയും മറ്റ് വിവരങ്ങളും അടങ്ങിയ തെളിവുകൾ ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരൊരു വീഡിയോ, ഫോട്ടോ, കുറേ സംഗതിയൊക്കെ കൊടുത്തു. ഇതുവരെ 840 വീടുകളുടെ വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. നിർമ്മാണം പൂർത്തിയാക്കിയ നിരവധി വീടുകളുടെ വിവരങ്ങൾ ഇനിയും നിങ്ങളുമായി പങ്കുവെക്കാനുണ്ട്. ഭവനരഹിതരായ സഹോദരങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകാൻ നേതൃത്വം നൽകിയ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് സ്നേഹാഭിവാദ്യങ്ങൾ. നാട് നന്നാകാൻ UDF എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അറിവിൽ ഈ KPCC ഈ പ്രളയബാധിതരായിട്ടുള്ള ആളുകൾക്ക് ആർക്കെങ്കിലും വീട് വെച്ച് കൊടുത്തായിട്ട് അറിയാമോ? ഞാൻ കുട്ടനാട്ടുകാരനാണ്, കുട്ടനാട് കൈനീരിലുള്ള ആളാണ്. എൻ്റെ അറിവിൽ എൻ്റെ ആ പ്രദേശത്തെങ്ങും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഒരു വീട് വെച്ച് കൊടുത്തായിട്ട് എൻ്റെ അറിവിലില്ല. അപ്പോൾ അതൊരു വലിയ തള്ളായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്.
ഇനി KPCC തള്ളിയതുപോലെ തന്നെ ഈ KPCCയുടെ ഒക്കെ വലിയ അധീപനായിട്ടിരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു തള്ള് മാത്രമായിരുന്നോ ഇതെന്നറിയാൻ ഏതാനും മാസങ്ങളും കൂടി അല്ലെങ്കിൽ 1-2 വർഷം കൂടി മാത്രം നമ്മൾ കാത്തിരുന്നാൽ മതി. KPCC അന്ന് തള്ളിയതുപോലെ മറ്റൊരു തള്ളായിരുന്നോ ഈ രാഹുൽ ഗാന്ധി തള്ളിയത് എന്നറിയാൻ.